ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ്സ് ആൻഡ് ഹിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജർമ്മനിയിലേക്ക് സ്റ്റുഡൻ്റായിട്ടും വർക്ക് ചെയ്യാനുമൊക്കെ വരുന്ന എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ജർമ്മനിയിൽ വന്ന് ഒരു അക്കോമഡേഷനൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് സിറ്റി രജിസ്ട്രേഷൻ അഥവാ അൺമെൽഡിങ്. നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. പിന്നീടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ അഡ്രസ്സ് വെച്ചായിരിക്കും നടക്കുക. ജർമ്മനിയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലെറ്റേഴ്സ് വഴിയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. സോ ഈ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അക്കോമഡേഷന് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ലാൻഡ് ഓണറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇവിടെ താമസിക്കുന്നതായിട്ടൊരു പ്രൂഫ് കിട്ടും. അതൊരു ഫോം പോലെയാണ് ഇരിക്കുന്നത്. അതായത് നമ്മളിവിടെ താമസിക്കുന്നതാണ്. നമ്മൾ അപ്പോൾ കോഷൻ ഡെപ്പോസിറ്റും എല്ലാം പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൗസ് ഓണർ തരുന്നതാണിത്. അതിന് കിട്ടിക്കഴിഞ്ഞ് വേണം നമ്മൾ ഈ സിറ്റി രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ഇങ്ങനെയുള്ള എന്ത് ആവശ്യത്തിന് പോകുമ്പോഴും നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം. ഞാനിപ്പോൾ ബെർലിനിലായതുകൊണ്ട് എനിക്ക് berlin.de എന്നുള്ള വെബ്സൈറ്റിലാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. berlin.de എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഡിസ്പ്ലേ ആവും. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സർവീസ് പോർട്ടൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന രജിസ്ട്രേഷൻ ഓഫ് ആൻ അപ്പാർട്ട്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസും നമ്മൾ കൊണ്ടുചെല്ലേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റും ഒക്കെ ആയിട്ട് ഒരു പേജ് നമുക്ക് ഡിസ്പ്ലേ ആവും. ഈ പേജിൽ ഫൈൻഡ് ആൻ അപ്പോയിൻമെൻറ്റ് എനിവെയർ ഇൻ ബെർലിൻ എന്ന ഓപ്ഷനിൽ റൈറ്റ് സൈഡിൽ കാണാം നമുക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ബ്ലൂ കളറിലും ഓൾറെഡി ബുക്ക്ഡ് ആയ ഡേറ്റ്സ് പിങ്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് ബ്ലൂ കളറിൽ കാണുന്ന ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡേറ്റിൽ അവൈലബിൾ ആയ ഓഫീസും അതിൻ്റെ ടൈമും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് എവിടെയാണ് ഓഫീസെന്നും ആ ഓഫീസിൽ ഏതൊക്കെ ടൈമിലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും ആ പേജിൽ ഡിസ്പ്ലേ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഓഫീസും അതിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ടൈമും സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഡിസ്പ്ലേ ആവും. അതിൽ നമ്മുടെ ഫുൾ നെയിം, അതായത് നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സെയിം നെയിം, അതും നമ്മുടെ ഇമെയിൽ ഐ ഡിയും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കാണുന്ന ടിക്കൊക്കെ ചെയ്ത് നമ്മൾ ബുക്ക് ആൻ അപ്പോയിൻമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ അൺമെൽഡിങ്ങിന് ബുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ്. ഇനി നമ്മൾ ഈ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുചെല്ലേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് പാസ്പോർട്ട്, വിസ, പിന്നെ നമ്മൾ ഹൗസ് ഓണർ നമുക്കൊരു ഫോം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോം ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റ് ടൈമിൽ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫോം അവർ ഫില്ല് ചെയ്യാൻ തരും. നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് അവർ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയിലിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചാണ് നമ്മളെ ഇവിടെ വിളിക്കുന്നത്. അപ്പം നമ്മളിരിക്കുന്ന അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടാവും. അവിടെ ഇങ്ങനെ ഈ നമ്പേഴ്സ് എപ്പോഴും ഡിസ്പ്ലേ ആവുന്നുണ്ടാവും, മാറി മാറി വരും. അപ്പം നമ്മുടെ നമ്പർ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പം നമ്മുടെ നമ്പർ വരുമ്പോൾ നമ്മുടെ നമ്പറിന് നേരെ തന്നെ നമ്മൾ ഏത് ഓഫീസ് റൂമിലാണ് ചെല്ലേണ്ടതെന്നുള്ള ആ ഓഫീസ് റൂമിൻ്റെ നമ്പറും കൂടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പർ നോക്കി നമ്മൾ ആ റൂമിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ചെന്ന് അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പോയ സ്ഥലത്ത് എനിക്ക് ഇത്ര ഡോക്യുമെൻറ്റ്സാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഡോക്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് തന്നത്. അപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഈ അൺമെൽഡിങ്ങിൻ്റെ പേപ്പർ അവർ സീൽ ചെയ്ത് തരും. നമ്മുടെ അഡ്രസ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ പേപ്പർ നമുക്ക് തരും. പിന്നീട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പേപ്പർ ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അൺമെൽഡിങ്ങിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ ബൈ.